അതിനെ വിളിച്ചു തുടങ്ങിയ അതാണോ മുദ്രാക്കാൻ വിളിക്കണം. ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, അനുസ്മരണ സമ്മേളന സിന്ദാബാദ്, അനുസ്മരണ സമ്മേളനം സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, സിപിഐഎം സിന്ദാബാദ്, സിപിഐഎം സിന്ദാബാദ്, സഖാവ് പരമേശ്വരനുള്ള അനുസ്മരണ സിന്ദാബാദ്, സഖാവ് പരമേശ്വരനുള്ള അനുസ്മരണം സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്. ഏറെ ബഹുമാന്യനായ പ്രതിഭാനന്ദ്, അതുപോലെ തന്നെ പ്രിയപ്പെട്ട പാർട്ടി ലോക്കൽ കമ്മിറ്റി പരമേശ്വരമുള്ള സാറിൻ്റെ 8ാമത് ജനവാർത്തയും എല്ലാ വർഷവും പാർട്ടിയുടെ നേതൃത്വത്തിൽ അനുഷ്ഠാനം നടന്നു വരികയാണ്. സഖാവിൻ്റെ കാലത്ത് ഒന്നുകിൽ നല്ല സ്നേഹവായ്പോടുകൂടി സഖാക്കളോട് സംസാരിക്കുന്ന ഒരു ഇല്ല സഖാക്ക് അതിനെ വളരെ സൗമ്യമായി സംസാരിക്കുന്ന ആ സംസാര രീതി ഇന്നുള്ള എല്ലാവർക്കും ഒരു മാതൃകയായി സഖാവിൻ്റെ പ്രവർത്തനം മാതൃകയാക്കാവുന്ന ഒരു പ്രവർത്തന ശൈലിയാണ്. ഇൻകുലാബ് സിന്ദാബാദ്, സിപിഐഎം സിന്ദാബാദ്, സിപിഐഎം സിന്ദാബാദ്, സഖാവ് പരമേശ്വരനുള്ള അനുസ്മരണ ദിനം സിന്ദാബാദ്, പരമേശ്വരനുള്ള അനുസ്മരണ യോഗം സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, 28 സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, സിപിഐഎം സിന്ദാബാദ്, സിപിഐഎം സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, അനുസ്മരണ ദിനം സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്. അടുത്തതായി അനുസ്മരണം സംസാരിക്കുന്നത് ഡിവൈഎഫ്ഐയുടെ നേതാവും ബഹുമാനമുള്ള അധ്യക്ഷൻ ഈ ഉദ്ഘാടകരായ സഖാവ് വി മണികണ്ഠൻ, ഇവിടെ പങ്കെടുത്തിട്ടുള്ള സഖാവ് പരമേശ്വരനെ കുറിച്ച് എന്തെങ്കിലും കൂടുതൽ പറയാൻ കഴിയുന്ന ഒരാൾ ഞാനാണ്. ഞങ്ങൾ ഒരുമിച്ച് ലോക്കൽ കമ്മിറ്റി പ്രവർത്തിച്ചതാണ്. ഞാൻ പാർട്ടി മെമ്പറാവുന്ന സമയം പരമേശ്വരണ്ണൻ ലോക്കൽ കമ്മിറ്റി മെമ്പറാണ്. പരമേശ്വരണ്ണൻ എന്ന് പറഞ്ഞാൽ കുറ്റിച്ചൽ പഞ്ചായത്തിലെ കുറ്റലും പൂവച്ചലും ഒരു ലോക്കൽ കമ്മിറ്റി ആയിരിക്കുമ്പോൾ അവിടെ ലോക്കൽ കമ്മിറ്റി ആ സമയത്താണ്